മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞ ഒരു പദ്ധതിയാണ് ജപ്പാനിലെ വയോജന പ്രൊട്ടക്ഷൻ കെയർ സിസ്റ്റം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പൂർണമായി പ്രായമായവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ജപ്പാൻ. അവിടുത്തെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംയോജിത പരിചരണ സംവിധാനം, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റഗ്രേറ്റഡ് കെയർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു, വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. ലോങ് ടേം കെയർ ഇൻഷുറൻസ്, LTCI എന്ന് പറയും. 2000-ലാണ് ജപ്പാൻ ഈ പദ്ധതി തുടങ്ങിയത്. 40 വയസ്സ് കഴിഞ്ഞ എല്ലാ ജപ്പാൻ പൗരന്മാരും ഈ ഇൻഷുറൻസിൽ പങ്കാളികളാകണം. 65 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ശാരീരിക അസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ ഇൻഷുറൻസ് വഴി കുറഞ്ഞ ചെലവിൽ പരിചരണം ലഭിക്കുന്നു. അതിൻ്റെ ചെലവ് വരുന്നത് പരിചരണത്തിന് വരുന്ന ആകെ തുകയുടെ 10% മുതൽ 30% വരെ മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതി. ബാക്കി ഇൻഷുറൻസ് വഹിക്കും. ചിൽക്കി ഹോക്കാത്സു, ഇതാണ് ജപ്പാനിലെ വയോജന സംരക്ഷണത്തിൻ്റെ നട്ടെല്ല്. ഇതിനെ സമഗ്ര പിന്തുണ കേന്ദ്രങ്ങൾ, കോംപ്രിഹെൻസീവ് സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്ന് വിളിക്കാം. ഓരോ നിശ്ചിത ദൂരപരിധിയിലും ഏകദേശം 30 മിനിറ്റ് യാത്രയ്ക്കുള്ളിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകും. ഇവിടെ സോഷ്യൽ വർക്കർമാർ, നഴ്സുമാർ, വിദഗ്ധർ എന്നിവർ ചേർന്ന് ഓരോ വയോധികനും ആവശ്യമായ സഹായങ്ങൾ, അതായത് മരുന്ന്, ഭക്ഷണം, വീട് വൃത്തിയാക്കൽ ഇവ ഉറപ്പാക്കുന്നു. ഏജിംഗ് ഇൻ പ്ലേസ്, പ്രായമായവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്നതിന് പകരം സ്വന്തം വീട്ടിലും പരിചിതമായ സാഹചര്യത്തിലും തന്നെ താമസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വീടുകളിൽ വീൽചെയർ സൗകര്യം ഒരുക്കാനും ബാത്റൂമുകളിൽ കൈപ്പിടികൾ, അതായത് ഹാൻഡ് റെയിൽസ് വയ്ക്കാനും സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. ഡേ കെയർ സെൻ്ററുകൾ, പകൽ സമയങ്ങളിൽ വയോജനങ്ങൾക്കായി ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. ഡേ കെയർ സെൻ്ററുകൾ പകൽ സമയങ്ങളിൽ വയോജനങ്ങൾക്കായി ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. അവിടെ അവർക്ക് വ്യായാമം ചെയ്യാനും മറ്റുള്ളവരുമായി സംസാരിക്കാനും സാധിക്കും. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ജപ്പാൻ തങ്ങളുടെ വയോജനങ്ങളെ സഹായിക്കാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നു. കെയർ റോബോട്ടുകൾ, കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും നടക്കാനും സഹായിക്കുന്ന റോബോട്ടുകൾ. സെൻസർ മാസ്, പ്രായമായവർ കട്ടിലിൽ നിന്ന് വീഴുകയോ മറ്റോ ചെയ്ത ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്ന സെൻസറുകൾ. സന്നദ്ധ സേവനം, ടൈം ബാങ്ക് സിസ്റ്റം എന്ന് പറയും. ജപ്പാനിൽ പ്രചാരത്തിലുള്ള ഒരു രസകരമായ രീതിയാണിത്. ഒരാൾ ഇപ്പോൾ ഒരു വയോധികനെ സഹായിച്ചാൽ ആ സമയം അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി വരും. പിന്നീട് അയാൾക്ക് പ്രായമാകുമ്പോൾ മറ്റൊരാളിൽ നിന്ന് അത്രയും സമയം സൗജന്യ സേവനം തിരികെ ലഭിക്കും. ചുരുക്കത്തിൽ വയോജനങ്ങളെ സമൂഹത്തിൻ്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് സർക്കാർ, കമ്മ്യൂണിറ്റി, സാങ്കേതിക വിദ്യ എന്നിവയെ കോർത്തിണക്കിയുള്ള ഒരു രീതിയാണ് ജപ്പാൻ പിന്തുടരുന്നത്. ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് വലിയ രീതിയിൽ മാതൃകയാക്കാവുന്നതാണ്. റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.